നമസ്കാരം. വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. അധ്യാപകനാണ്, വരയ്ക്കും, ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്. പക്ഷെ എനിക്കൊന്ന് ഇവർക്കൊക്കെ സാബുചേട്ടൻ നല്ല പരിചയം തന്നെയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഞങ്ങളുടെ സുഹൃത്താണ്. ആണ്. ഓക്കെ, നമസ്കാരം. നമസ്കാരം. കുറെ നാളായി നമ്മൾ കണ്ടിട്ട്. നമസ്കാരം. ഞങ്ങള് മേരാനാം ഷാജിയില് മറിഞ്ഞിരുന്നും കൊണ്ട് ഒളിഞ്ഞു നോക്കണ കറുത്ത പെണ്ണാളെ ആ പാട്ടിന്റെ. ഓ, ഓക്കെ ഓക്കെ ഓക്കെ, അടിപൊളി അടിപൊളി, സൂപ്പർ. അപ്പൊ ഇന്ന് എന്താണ് നമുക്ക് ഇവിടെ പെർഫോം ചെയ്യാൻ പോകുന്നത്? ഇന്നൊരു ചെറിയൊരു പെർഫോമൻസ് 5 മിനിറ്റ് കൊണ്ട് ഒരു ട്രാക്ക് ഇട്ടിട്ട് ഓടക്കുഴല് ശില്പം, അബ്ദുൽ കലാം സാറിന്റെ ഒരു ശില്പം ഉണ്ടാക്കുന്നു. പിന്നെ ഒരു നമ്മുടെ അട്ടപ്പാടി മധുവിന്റെ ഒരു ചിത്രം കുത്തിവര സ്റ്റൈലിലാണ്. കുത്തിവര ഇങ്ങനെ കുത്തിവരച്ച് ഇങ്ങനെ പെട്ടെന്ന് വരയ്ക്കേണ്ടത് 45 സെക്കൻഡ് കൊണ്ട്. പിന്നെ അതിനകത്ത് കുറെ സ്റ്റാറുകൾ വരും, മിമിക്രി ഉണ്ടാവും, സംഗീതം, പലതും ഒരുമിച്ച് ഇങ്ങനെ വരിക. അങ്ങനെ ഒരു ചെറിയൊരു സംഭവം. അടിപൊളി. അത് ചെറുതല്ല, വലിയൊരു സംഭവം തന്നെയാണ്. ഒറ്റയ്ക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാന്നുള്ളത്. അപ്പം ഇന്ന് ഇവിടെ ബഹുമുഖ പ്രതിഭയായ സാബുചേട്ടൻ നമുക്ക് വേണ്ടി പെർഫോം ചെയ്യാൻ പോവുകയാണ്. പ്രേക്ഷകരെ നിങ്ങൾ എല്ലാവരും കാണുക, ആസ്വദിക്കാൻ. ഓക്കെ, താങ്ക് യു. ഉലകനായകൻ. இந்த உலகத்தில் எல்லாவரும் என்னை விളിക്കും ഉലകനായകൻ. ആനാ യഥാർത്ഥ ഉലകനായകൻ വിശപ്പിനെ അറിയുന്നവൻ, വിശപ്പിനെ ഇല്ലായ്മ ചെയ്യുന്നവൻ യഥാർത്ഥ ഉലകനായകൻ. ഇത്രയും കാലം എന്റെ മനസാക്ഷി കോടതിയിൽ വെച്ച് സൂക്ഷിച്ച ഒരു കേസിന്റെ വാദം ഇന്നതിന്റെ വിധി പറഞ്ഞ ദിവസം എനിക്കറിയൂ. എന്റെ അങ്കി തീ കൊടുക്ക. നമുക്കെല്ലാവർക്കും കരകൾ അടിച്ചുകൊണ്ട് മർക്കോസി ചേട്ടൻ പാടിയ ഈ പാട്ട് അടിച്ചു പൊളിച്ചു പാടാം. അമ്മാവിനായങ്ങൾ തേടുമവൻ മിശിഹ, ആലംബഹീനരിലാനന്ദമേകിടുന്നു. അശനിരാശരയാകുല മാനസരേ, ആരാധിച്ചിടുക ശ്രീതവത്സലനേ. മധുരിക്കും ഓർമ്മകളിൽ മലർമഞ്ചില് കൊണ്ടുപോകും ഞങ്ങളെ ആ മാഞ്ചോട്ട്. പുതുതലമുറയ്ക്ക് വേണ്ടി ആൻഡോഴി ഗാനം നമുക്ക് അടിച്ചു പൊളിച്ചു പാടാം. മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുപോകൂ ഞങ്ങളയാ മാഞ്ചുവട്ടി. മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുപോകൂ ഞങ്ങളയാ മാഞ്ചുവട്ടി. എടാ പുള്ള, നമുക്ക് മനോഹര ഒരു അടിച്ചുപൊളി പാട്ട് പാടിയാലോ? പാടും പുതുഗീതം എൻ്റെ പ്രാണേശ്വരിക്കായി, ആടും നൃത്തമാടും ഇഷ്ടപ്രാണേശ്വരിക്കായി. പാടും പുതുഗീതം ഇഷ്ടപ്രാണേശ്വരിക്കായി, ആടും നൃത്തമാടും ഇഷ്ടപ്രാണേശ്വരിക്കായി. എൻ്റെ ജീവൻ പോകുവോളം പുതുഗീതം, എൻ്റെ ജീവൻ പോകുവോളം എന്നും പാടും പ്രേമഗീതം. എൻ്റെ ജീവൻ പോകുവോളം എന്നും പാടും പ്രേമഗീതം. നമുക്ക്
മനോഹര ഒരു അടിച്ചുപൊളിപ്പാട്ട് പാടിയാലോ? അമ്മ മറിയ യേശുവിൻ്റെ മാതാവ്, 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 അമ്മ മറിയ യേശുവിൻ്റെ മാതാവ്. നീ കുറച്ചുകൂടി പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കട്ടെ എന്ന് പറഞ്ഞു. ആ ഇനിയും കേൾക്കണമെന്നുണ്ടായിരുന്നു. ഞാനിതൊന്ന് പ്രേക്ഷകർക്കും കൂടെ ഒന്ന് കാണിച്ചോട്ടെ. അട്ടപ്പാടി മധുവിന്റെ കുത്തിവര ചിത്രം. അതാ ഇതാണ് അട്ടപ്പാടി മധുവിന്റെ കുത്തി വരച്ചതെന്നല്ലേ പറയുന്നത്. അത് നമ്മൾ പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് ഒരു വരയിൽ നിന്ന് വരച്ചെടുക്കുന്ന പോലെ ഗംഭീരമായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പാട്ട് പാടിക്കൊണ്ടും അതുപോലെ തന്നെ സൗണ്ട് എടുത്തുകൊണ്ടും ഇവിടെ ചെയ്തുകൊണ്ടിരുന്ന എന്താന്ന് ചോദിച്ചാൽ ദാ ഇത് അബ്ദുൽ കലാം സാറിന്റെ ഫേസ് അല്ലേ ചെയ്തേക്കുന്നത്? ആ പക്ക സൂപ്പറായിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളി സൂപ്പർ. ഓക്കെ സൂപ്പർ. പക്ഷെ ഗംഭീരമായിരുന്നു. കാരണം എലീന, എനിക്ക് അത്ഭുതമില്ലാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്ന സുഹൃത്താണ്. അതെ. പിന്നെ ഇവന് ഇത് മാത്രമല്ല, ഇവൻ അധ്യാപകനാണെന്ന് പറഞ്ഞു. ഞാൻ നാദർഷക്കാനെ പരിചയപ്പെടുമ്പോൾ ഞാൻ വെറും 9ാം ക്ലാസ് ആയിരുന്നു. അതിനുശേഷം പിന്നീട് ഇപ്പൊ അന്ന് ഞാൻ 10ലായിരുന്നടാ. ഞാൻ 10ലായിരുന്നു അന്ന്. അതിനുശേഷമാണ് പിന്നീട് നമ്മുടെ മേരാനാം ഷാജി സിനിമയ്ക്ക് പാട്ട് എഴുതി കഴിഞ്ഞ ശേഷമാണ് ഞാൻ അധ്യാപകൻ. 2019 ഞാൻ അതിനുശേഷം നീ അധ്യാപകനല്ലേ? അതിനുശേഷമാണ് അധ്യാപകനായത്. അപ്പം ഞാൻ 10ാം ക്ലാസ്, ഹയർ സെക്കൻഡറി, ചിത്രകല ഡിപ്ലോമ, BA സോഷ്യോളജി ഇതെല്ലാം പിന്നീട് പഠിച്ചു. നമ്മുടെ അജിത്തിനെയൊക്കെ പരിചയപ്പെടുമ്പോഴൊക്കെ 9ാം ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് 26 വർഷം മുമ്പ് എനിക്ക് ദിലീപ് നാദർഷ ടീമിൻ്റെ ഡൽഹി ടു പാകിസ്ഥാൻ കോമഡി എക്സ്പ്രസ് എന്ന് പറയുന്ന ഒരു ഒരു ആൽബത്തിന് വേണ്ടിയാണ് ഞാനൊരു സ്കിറ്റും, ഒരു കോമഡി സ്കിറ്റും, ഒരു പാട്ടും, ഒരു പാരഡി പാട്ട്. കാരണം ഇക്ക വലിയ പാരഡി പാട്ട് എഴുത്തുകാരൻ, ഞാൻ നാടൻ പാട്ട് വേണ്ടത്. അപ്പോൾ പറഞ്ഞു നീ എഴുതിയ പാരഡി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ സംഗീത കാവേരി, ശ്രീവിദ്യാശാലിനി, സുകുമാരി, കനകലത, നടിമാരുടെ പേര് അതിൻ്റെ ഒരു കോമഡി. അപ്പൊ ദിലീപ് ഏട്ടനാണ് അത് വേദികളിൽ അത് അവതരിപ്പിച്ചത്. അപ്പൊ അന്നിക്ക പറഞ്ഞായിരുന്നു ഞാൻ ഞാൻ ഭാവിയിൽ സിനിമ ചെയ്താൽ നിന്നെ കൊണ്ട് ഞാൻ ഒരു പാട്ട് എഴുതിക്കുന്നു. ഒരു വാക്ക് പറഞ്ഞാൽ അത് ഉറപ്പിച്ചിട്ടുള്ള വാക്ക് പറഞ്ഞാൽ. പക്ഷെ അത് പിന്നീട് ഇക്ക എന്നെ വിളിച്ചു അടുത്ത പടത്തിന്. മേരാന ഷാജി ചെയ്തപ്പോൾ പെട്ടെന്നൊരു പാട്ട് ചെയ്യണ കാര്യം പറഞ്ഞ് വിളിച്ചു. മറഞ്ഞിരുന്നുകൊണ്ട് വിളിച്ച് നോക്കണം. ആ പാട്ട് ചെയ്തു. അതിനുശേഷം 9 പാട്ടുകൾ ചെയ്തു. ഇപ്പൊ വിവിധ സിനിമകൾക്ക് വേണ്ടിയിട്ട്. അടിപൊളി. എനിക്ക് തോന്നുന്നു ആദ്യം ചെയ്ത ആ പാട്ടിന് നമുക്ക് ഇവിടെ 2 വരി കേട്ടാലോ? എന്നാ പാടിയാലോ? നീ ഓടിക്കും. മറിഞ്ഞിരുന്നും കൊണ്ടൊളിഞ്ഞു നോക്കണ കറുത്ത കണ്ണാളെ കുറുമ്പി നാണം വേണ്ടടി മടിച്ചിടാതിങ്ങ് കടന്നു വന്നോളൂ. കുണുങ്ങി കുണുങ്ങി അടുത്തു വായന്റെ അരകന്ന പിടയെ കരളെ മധുരമുത്തമം നേകിട നിന്റെ നുണക്കുഴിക്കവിളി. നിലത്ത് നിക്കടി നകളം വേണ്ടടി കുണുങ്ങി പോരടി കരിമഷിക്കണ്ണി കരി വളയല്ല കരലെടുത്തു ഞാൻ നിനക്കു തന്നീടാം കള്ളിപ്പെണ്ണ നിനക്കു തന്നീടാം, നിനക്കു തന്നീടാം കള്ളിപ്പെണ്ണ നിനക്കു തന്നീടാം. താങ്ക് യു സോ മച്ച്. യെസ് പകർ ചേട്ടാ. അല്ല, കൂടുതലൊന്നും പറയാനില്ല. കേരളത്തിൽ അല്ലെങ്കിൽ ചിലപ്പോൾ ഇന്ത്യയിൽ ഇതുപോലത്തെ ഒരൊറ്റ പീസ ഉണ്ടാവും. കാരണം 5 മിനിറ്റ് കൊണ്ട് ഒരു മ്യൂസിക് ഇട്ടു. 5 കലകളാണ് ഇവിടെ അവതരിപ്പിച്ചത് അല്ലേ? ഞാൻ എണ്ണിയ കറക്റ്റാണ് 5 കലകൾ. വളരെ സന്തോഷം. ഒരുപാട് കാലത്തിന് ശേഷം കണ്ടു. വീണ്ടും എന്താ ഈ പറയുന്നത്, ഈ സ്വർണം പോലെ തേച്ച് മിനുക്കും തോറും അതിൻ്റെ മാറ്റ് കൂടുന്നെന്ന് പറഞ്ഞ പോലെയാണ് അങ്ങ്. അത്രേ ഉള്ളൂ. ഓക്കെ താങ്ക് യു. യെസ് ഷാജേട്ടാ. ചെയ്യുന്ന കാണുമ്പോൾ അല്ലെങ്കിൽ പാടൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും സിമ്പിൾ ആണോ നമുക്ക് തോന്നിപ്പോകും. പക്ഷെ വളരെ കാര്യമായിട്ട് അടുക്കളയിൽ എന്തോ കറിക്കൊക്കെ എടുത്തു വയ്ക്കുന്ന പോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വലിയ സംഭവം, വലിയ സ്ട്രെയിനാണ്. ആ താളം, ആ പാടണം, അതിൻ്റെ ഇടയിൽ മ്യൂക്രി ചെയ്യുന്നുണ്ട്, വരയ്ക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന പോലെയാണ് ചെയ്യുന്നത്. മനോഹരമായിരുന്നു. ശരിക്കും ഇവൻ പറഞ്ഞില്ലേ, ഇടയ്ക്ക് വെച്ച് വിദ്യാഭ്യാസം നിർത്തി അതിനുശേഷം പഠിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം എനിക്ക് തോന്നുന്നു ആ സമയത്ത് നമ്മളൊക്കെ വിചാരിച്ചിരുന്ന പഠിക്കാൻ മോശമായിട്ട് നിർത്തിയിരുന്നു. പക്ഷെ പഠിക്കാൻ മിടുക്കാനായിട്ടും സാഹചര്യം കൊണ്ട് പഠിക്കാൻ പറ്റാതെ വന്നു. പക്ഷെ സാഹചര്യം കൊണ്ടാണ്. സാഹചര്യം കൊണ്ട് പണിക്ക് പോകുമായിരുന്നു. പാറമടയിൽ പണി, റബ്ബർ ടാപ്പിംഗ്, പെയിന്റിങ്, കോലഞ്ചേരി ടൗണിൽ ചുമട്ടുപണി, ഇങ്ങനെ പണികളൊക്കെ ചെയ്ത് അത് കഴിഞ്ഞ് പഠിക്കാനുള്ളൊരു മനസ്സ്. അല്ല, അത് അങ്ങനെ ഉണ്ടാക്കിയ പൈസ കൊണ്ടാണ് പിന്നീട് പഠിച്ച് വിദ്യാഭ്യാസം നേടി ജോലിയായി. തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂളിലാണ് ഇപ്പൊ അധ്യാപകനായി ജോലി ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും അധ്യാപകർക്കും കുട്ടികൾക്കും ഒരു തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂളിലെ എല്ലാ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഇദ്ദേഹത്തിൻ്റെ പ്രത്യേക സ്റ്റുഡൻസിന് എല്ലാവർക്കും
ഞങ്ങളുടെ 3 പേരുടെയും 4 പേരുടെയും വലിയ സഹായം. ഹായ്. എല്ലാവരോടും അന്വേഷണം പറയാം കേട്ടോ, തീർച്ചയായിട്ടും. അപ്പൊ ഈ സുഹൃത്തിന് നമ്മൾ എത്രയാണ് സ്റ്റാർ റേറ്റിംഗ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? 5 സ്റ്റാർ. 5 സ്റ്റാർ. സൂപ്പർ.